ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ അടുത്ത സൗഹൃദ മത്സരത്തിലെ എതിരാളികൾ അത് ക്രൊയേഷ്യയാണ്. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഈ മത്സരത്തിലെങ്കിലും ബ്രസീലിന് വിജയിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ മത്സരത്തിന് മുന്നേ ശുഭകരമായ ഒരു കാര്യം ഇപ്പോൾ ബ്രസീലിന് സംഭവിച്ചിട്ടുണ്ട്. മാർക്കീഞ്ഞോസ് ഇന്നലത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നോർമൽ ആയിക്കൊണ്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ലിയോ പെരേരയും ബ്രമറുമായിരുന്നു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. ഇനി ക്രൊയേഷ്യക്കെതിരെ ബ്രമറിന് പകരം മാർക്കീഞ്ഞോസ് വന്നേക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോയും ESPN ബ്രസീലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിഫൻസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ലൈനപ്പ് ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി ഇറക്കുക. അതായത് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിയോ പെരേര ഉണ്ടായിരിക്കും, കൂടാതെ മാർക്കീഞ്ഞോസും ആയിരിക്കും ഉണ്ടാവുക. റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലി ഉണ്ടാവില്ല. നമുക്കറിയാം, അദ്ദേഹം പരിക്ക് മൂലം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. പകരം ഡാനിലോയെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് കാസിമിറോയും ആന്ദ്രേ സാന്റോസും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോയും സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മാർക്കീഞ്ഞോസും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു ശക്തമായ തിരിച്ചുവരവ് ഇപ്പോൾ ബ്രസീലിന് അനിവാര്യമാണ്. റാഫീഞ്ഞ ഈ മത്സരത്തിനുണ്ടാവില്ല. വിനീഷ്യസ് ജൂനിയർ കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലും കാർലോ ആഞ്ചലോട്ടിക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.